V from St. Peter's College, Kolancheri. ഈ വീഡിയോയിൽ Z2 cross Z3, Z3 cross Z3, Z2 cross Z2 ഈ ഗ്രൂപ്പ്സ് സൈക്ലിക് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ചെക്ക് വെദർ ദ ഗ്രൂപ്പ് Z2 cross Z3 is cyclic. ഇതൊരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Z2 എന്ന് പറഞ്ഞാൽ 0 1 അണ്ടർ അഡീഷൻ മോഡുലോ 2. Z3 എന്ന് പറഞ്ഞാൽ സെറ്റ് 0 1 2 അണ്ടർ അഡീഷൻ മോഡുലോ 3. ജനറലി Zn എന്ന് പറഞ്ഞാൽ 0 മുതൽ n-1 വരെയുള്ള എലമെന്റ്സ് അഡീഷൻ മോഡുലോ n ആണ് അവിടുത്തെ ബൈനറി ഓപ്പറേഷൻ. അഡീഷൻ മോഡുലോ 2 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അതിന്റെ സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ, അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആയിട്ട് 0ഉം 1ഉം ആണ് ഉണ്ടാവുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 1 2. ജനറലി n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആയിട്ട് വരുന്നത് 0 മുതൽ n-1 വരെയുള്ള എലമെന്റ്സ്. ഇതാണ് Z2. Now Z2 cross Z3 ഈ രണ്ട് ഗ്രൂപ്പുകളുടെ ഡയറക്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ആ സെറ്റിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് അവരുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ 0 0 0 1 0 2 1 0 1 1 1 2 ഇതാണ് സെറ്റ്. ഇനി ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ അത് കമ്പോണന്റ് വൈസ് ആണ്. കമ്പോണന്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് G1 ക്രോസ് G2 ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് വിചാരിക്കുക. G1ലെ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ആണ്, G2വിലെ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡാഷ് ആണ് എന്ന് വിചാരിക്കുക. ഇനി ഈ ഡയറക്റ്റ് പ്രോഡക്റ്റിൽ നിന്നും ഞാൻ A1 B1 എന്ന എലമെന്റും A2 B2 എന്ന എലമെന്റും എടുക്കുന്നു. ഇനി അവർ തമ്മിൽ ഒരു ബൈനറി ഓപ്പറേഷൻ നടത്തുക. ഞാൻ ആ ബൈനറി ഓപ്പറേഷൻ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കമ്പോണന്റ് വൈസ്, അതായത് A1ഉം A2ഉം തമ്മിൽ ബൈനറി ഓപ്പറേഷൻ നടത്തുക. A1ഉം A2ഉം G1ലെ എലമെന്റ് ആണ്, സോ അവിടുത്തെ ബൈനറി ഓപ്പറേഷൻ ഉപയോഗിക്കണം. ഇനി B1ഉം B2ഉം തമ്മിൽ ബൈനറി ഓപ്പറേഷൻ നടത്തേണ്ടത് G2വിലെ ബൈനറി ഓപ്പറേഷൻ വെച്ച്. ഇതാണ് കമ്പോണന്റ് വൈസ് ബൈനറി ഓപ്പറേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് Z2 ക്രോസ് Z3 സൈക്ലിക് ആണ് എന്നാണ്. എപ്പോഴാണ് ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആകുന്നത്? ഇപ്പൊ ഒരു ഗ്രൂപ്പ് G സൈക്ലിക് ആണ് എന്ന് പറയണമെങ്കിൽ Gനെ ഒരു എലമെന്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ജിയിൽ നിന്ന് ഒരു എലമെന്റ് A എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റണം, such that G can be generated by A. എന്താണ് A കൊണ്ട് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം? That means ജിയിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും അത് എയുടെ പവർ ആയിരിക്കണം. എയുടെ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പോ A സ്ക്വയർ എന്ന് പറഞ്ഞാൽ A സ്റ്റാർ A, എനെ 2 പ്രാവശ്യം ബൈനറി ഓപ്പറേഷൻ നടത്തുക. A ക്യൂബ് എന്ന് പറഞ്ഞാൽ A സ്റ്റാർ A സ്റ്റാർ A, ഇതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോ ഈ ജിയിലുള്ള എല്ലാ എലമെന്റുകളെയും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റിയാൽ നമ്മൾ ആ ഗ്രൂപ്പ് സൈക്ലിക് ആണ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് Z2 ക്രോസ് Z3 സൈക്ലിക് ആണ് എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ Z2 ക്രോസ് Z3നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ്, ആ എലമെന്റിന് നമ്മൾ ജനറേറ്റർ എന്നാണ് പറയുക. അങ്ങനെ ഒരു ജനറേറ്ററിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 1 എന്ന എലമെന്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്യുവാണ്. നാച്ചുറലി ഒരു സംശയം വരാം, ഇവിടെ 0 0 ഉണ്ട്, 0 1 ഉണ്ട്, അത് വെച്ചൊന്നും ജനറേറ്റ് ചെയ്യാത്ത എന്താണെന്ന്. അതിന്റെ കാരണം എത്രയേ ഉള്ളൂ, ഇപ്പൊ 0 0 ഞാൻ 0 0 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ആ 0 0 കിട്ടും. 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എഗെയിൻ നമുക്ക് 0 0 തന്നെയാണ് കിട്ടുന്നത്. 3 പ്രാവശ്യം ആഡ് ചെയ്താലും 0 0 തന്നെയാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ 0 0 ഉപയോഗിച്ച് എനിക്ക് 0 0നെ മാത്രമേ കിട്ടത്തുള്ളൂ. അതേസമയം 0 1 ആണെങ്കിലോ
0 1 നമ്മൾ 2 പ്രാവശ്യം എടുക്കുന്നു. അപ്പൊ നമ്മൾ കമ്പോണന്റ് വൈസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 0 + 0 എവിടെ ആഡ് ചെയ്യണം? നമ്മുടെ Z2-ല് 0 + 0 എവിടെ ആഡ് ചെയ്താലും നമുക്ക് 0 തന്നെയാണ് കിട്ടുക. 1 + 1 അത് നമ്മൾ ആഡ് ചെയ്യേണ്ടത് Z3-ലാണ്. 1 + 1 നമുക്ക് 2 കിട്ടും. ഇനി ഈ 0 1 3 പ്രാവശ്യം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? അഗെയിൻ ഫസ്റ്റ് കമ്പോണന്റ് നമുക്ക് 0 മാത്രമേ കിട്ടുള്ളൂ. തേർഡ് കമ്പോണന്റ് 1 + 1 + 1 3. പക്ഷെ നമുക്ക് Z3-ൽ ആണ് ചെയ്യേണ്ടത്. Z3-ൽ നമ്മൾ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ നമുക്ക് 0 കിട്ടും. ഇനി നമ്മൾ 4 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 3 പ്രാവശ്യം ആഡ് ചെയ്തതിന്റെ കൂടെ ഒരു പ്രാവശ്യം കൂടിയാണ് ആഡ് ചെയ്യപ്പെടുന്നത്. അതായത് ഉത്തരം നമുക്ക് 0 1 ആണ് വരുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ ഉള്ള എല്ലാ എലമെന്റുകളെയും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ 0 1 ഉപയോഗിച്ച്. അതിന്റെ ഒരു ബേസിക് റീസൺ എന്താണ്? ഫസ്റ്റ് കമ്പോണന്റ് 0 ആണെന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് തന്നെ അത് വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് എപ്പോഴും 0യെ കിട്ടുള്ളൂ. അതേ പ്രോബ്ലം 0 2-നും വരും. അതേ പ്രോബ്ലം 1 0-ക്കും വരും. കാരണം സെക്കൻഡ് കോർഡിനേറ്റ് എല്ലായ്പ്പോഴും 0 ആയി പോകും. അപ്പൊ നമുക്ക് ഈ 1 1 എന്ന എലമെന്റിനെ ഒരിക്കലും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ 1 1 എന്ന എലമെന്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 1 1 ഒരു പ്രാവശ്യം എടുക്കുന്നു. അപ്പൊ നമുക്ക് 1 1 എന്ന എലമെന്റ് കിട്ടുന്നു. ഇനി 1 1 നമ്മൾ 2 പ്രാവശ്യം എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ 1 1 + 1 1. അപ്പൊ ഫസ്റ്റ് കോർഡിനേറ്റ് ആഡ് ചെയ്യേണ്ടത് അഡീഷൻ മോഡുലോ 2. സെക്കൻഡ് കോർഡിനേറ്റ് ആഡ് ചെയ്യേണ്ടത് അഡീഷൻ മോഡുലോ 3. അഡീഷൻ മോഡുലോ 2 ആകുമ്പോൾ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ, അപ്പൊ നമുക്ക് 0 കിട്ടും. സെക്കൻഡ് കോർഡിനേറ്റ് ആഡ് ചെയ്യുമ്പോൾ സം 2 കിട്ടുന്നു. ദെൻ അതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ആണ്, അപ്പൊ നമുക്ക് 2 കിട്ടും. അപ്പൊ നമുക്ക് 0 2 എന്ന എലമെന്റ് കിട്ടി. ഇനി നമ്മൾ 1 1 3 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. 3 പ്രാവശ്യം ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ആഡ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം കൂടെ ആഡ് ചെയ്യാം. 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 2 കിട്ടി. ഇനി 1 1 ഒരിക്കൽ കൂടെ ആഡ് ചെയ്തു. അപ്പൊ 0 + 1 1 2 + 1 3. അത് Z3-ൽ ആകുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0. അപ്പൊ നമുക്ക് 1 0 കിട്ടി. ഇനി നമ്മൾ 4 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. 3 പ്രാവശ്യം ആഡ് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ ആഡ് ചെയ്യുന്നു. 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ ദാ ഇവിടെ 1 0 കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ 1 1 ഒരിക്കൽ കൂടെ. അപ്പൊ 1 + 1 2. അത് Z2-ൽ ആകുമ്പോൾ 0 0 + 1 1. അപ്പൊ നമുക്ക് 0 1 കിട്ടും. 5 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 4 പ്രാവശ്യം ആഡ് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ 4 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 1 കിട്ടുന്നു. അതിന്റെ കൂടെ 1 1. അപ്പൊ 0 + 1 1 1 + 1 2. ഇനി 6 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. 5 പ്രാവശ്യം ആഡ് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ ആഡ് ചെയ്യുക. 5 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 2 കിട്ടും. പിന്നെ 1 1. അപ്പൊ 1 + 1 2. അത് 0 ആണ്. 2 + 1 3. അത് Z3-ൽ 0 ആണ്. ഓക്കെ, ഇപ്പൊ നോക്കൂ, എല്ലാ എലമെന്റ്സിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ്? ദാ ഇവിടെ നമുക്ക് 1 1 വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ ദാ ഈ 1 1 ജനറേറ്റ് ചെയ്യപ്പെട്ടു. 2 പ്രാവശ്യം എടുത്തപ്പോൾ 0 2. അപ്പൊ 0 2 ജനറേറ്റ് ചെയ്യപ്പെട്ടു. 3 പ്രാവശ്യം എടുത്തപ്പോൾ 1 0. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യപ്പെട്ടു. 4 പ്രാവശ്യം എടുത്തപ്പോൾ 0 1 0 1 കിട്ടി. 5 പ്രാവശ്യം എടുക്കുമ്പോൾ 1 2. 6 പ്രാവശ്യം എടുക്കുമ്പോൾ 0 0. അപ്പൊ എല്ലാ എലമെന്റിനെയും എനിക്ക് 1 1 എന്ന എലമെന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റി, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റി. സോ 1 1 is a generator for this group Z2 cross Z3. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഇപ്പോ ഒരു എലമെന്റ് എ ഒരു ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആകണമെങ്കിൽ ആ ഗ്രൂപ്പിൽ എത്ര എലമെന്റ് ഉണ്ടോ അത്രയും പ്രാവശ്യം ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ മാത്രമേ എന്ത് കിട്ടാൻ പാടുള്ളൂ? ഐഡന്റിറ്റി കിട്ടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഒരു A�3 ഐഡന്റിറ്റി ആയി എന്ന് വിചാരിക്കുക. അപ്പൊ A⁴ എന്തേ വരുള്ളൂ? A³ × A ആണ്. അതായത് E × A, അങ്ങനെ A ആണ് കിട്ടുള്ളൂ. അപ്പൊ ഒരു ഗ്രൂപ്പിന് ഒരു ജനറേറ്റർ ഉണ്ടാകണമെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഓർഡർ എന്താണോ അത്രയും പ്രാവശ്യം ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോഴേ ആ എലമെന്റ് ഐഡന്റിറ്റി തരാൻ പാടുള്ളൂ. ഓക്കെ, അത് നമുക്ക് പല പ്രോബ്ലത്തിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. അപ്പൊ നമ്മൾ 1 1 എന്ന എലമെന്റ് Z2 Z3 ജനറേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. സോ
ഈ ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണ്. ഓക്കെ, ഇനി ഈ ഒരു ഗ്രൂപ്പിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 6 എലമെന്റ്സ് ഉണ്ട്. നമുക്ക് 6 എലമെന്റ്സ് ഉള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പ് നമുക്ക് പരിചയമുണ്ട്. ഏത്? Z6. Z6ൽ 1 വെച്ച് എല്ലാ എലമെന്റിനെയും ജനറേറ്റ് ചെയ്യാം. തന്നെയുമല്ല, നമുക്കറിയാം ഒരു ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ച ഒരു തിയറം ഉണ്ട്. ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ, സൈക്ലിക് ഗ്രൂപ്പ് എടുത്താൽ അത് ഒന്നുകിൽ ഇൻഫിനിറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫൈനൈറ്റ് ഗ്രൂപ്പ്. ഇൻഫിനിറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് അണ്ടർ അഡീഷൻ, അതിനോട് ഐസോമോർഫിക് ആയിരിക്കണം. ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് Zn അണ്ടർ അഡീഷൻ മോഡുലോ n, അതിനോട് ഐസോമോർഫിക് ആയിരിക്കണം. അത് നമ്മൾ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള തിയറമാണ്. Let G be a cyclic group with the generator A. If the order of G is infinite, then G is isomorphic to Z plus. If G has finite order n, then G is isomorphic to Zn addition modulo n. അപ്പോൾ ഇവിടെ നമുക്ക് Z2 cross Z3 സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് കിട്ടി. അതിൽ 6 എലമെന്റ്സ് ആണെന്നറിയാം. അപ്പോൾ പിന്നെ അത് ആരോട് ഐസോമോർഫിക് ആയിരിക്കണം? Z6നോട് ഐസോമോർഫിക് ആയിരിക്കണം. ഓക്കെ, now next question, check whether the group Z3 cross Z3 is cyclic. അതായത് ഇതിന് ഒരു ജനറേറ്റർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. Z3 എന്ന് പറഞ്ഞാൽ 0 1 2 അണ്ടർ മോഡുലോ 3. Z3 ക്രോസ് Z3 നമുക്ക് 9 എലമെന്റ്സ് ഇങ്ങനെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ എലമെന്റ്സ് എഴുതി വെക്കാം. ഇനി ഇതിന് അപ്പോൾ 9 എലമെന്റ്സ് ആണുള്ളത്. ഇതിനൊരു ജനറേറ്ററിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ക്ലെയിം. ഇത് സൈക്ലിക് അല്ല എന്നാണ്. അതായത് ഇതിന് ഒരു ജനറേറ്റർ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇപ്പൊ Z3യിലെ ഏത് എലമെന്റ് എടുത്താലും, ഇപ്പൊ സപ്പോസ് 0 നമുക്കറിയാം, അത് ഒരു പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 0 തന്നെ കിട്ടും. 1 എത്ര പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 തരും? Z3യിൽ ആണ്, സോ അത് 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 തരും. 2 എത്ര പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ കിട്ടും? 2 + 2 അത് നമുക്ക് 4 കിട്ടുന്നു, റിമൈൻഡർ 1 കിട്ടുന്നു. 2 + 2 + 2 6 കിട്ടുന്നു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നു. ജനറലി നമുക്ക് പറയാം ഈ Z3യിൽ ഉള്ള എല്ലാ എലമെന്റുകളും 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി 0 തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓർഡേർഡ് പെയർ ഏത് എടുത്താലും അത് 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും. അതായത് ഇപ്പൊ 1 1 3 പ്രാവശ്യം ആഡ് ചെയ്ത് നോക്കൂ. അപ്പൊ എന്താ സംഭവിക്കുക? Z3 ക്രോസ് Z3 ആണ്. അപ്പൊ 1 + 1 + 1 3. Z3യിലാകുമ്പോൾ അത് 3 0. 1 + 1 + 1 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0. അപ്പൊ 0 0. ഇനി ഈ 1 2 എടുത്തു നോക്കൂ. 1 2 അതും നമുക്ക് 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 0 കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ 3, Z3യിൽ വരുമ്പോൾ അത് 0. സെക്കൻഡ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 6, അത് Z3യിൽ വരുമ്പോൾ 0. അങ്ങനെ ഇവിടെയുള്ള ഏത് എലമെന്റും 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ 9 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് അത് സൈക്ലിക് ആകണമെങ്കിൽ എനിക്ക് അവിടെ നിന്നൊരു ജനറേറ്ററിനെ കണ്ടുപിടിക്കാൻ പറ്റണം. അതായത് ഒരു എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റണം such that ആ എലമെന്റ് 9 പ്രാവശ്യം ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോഴേ ഐഡന്റിറ്റി കിട്ടാൻ പാടുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഈ സെറ്റിലുള്ള ഏതൊരു എലമെന്റും 3 പ്രാവശ്യം ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ തന്നെ ഐഡന്റിറ്റി ആയി പോകുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിന് നമുക്കൊരു ജനറേറ്റർ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇതൊരു സൈക്ലിക് ഗ്രൂപ്പ് അല്ല. ഓക്കെ, അതാണ് നമ്മളിവിടെ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. സിൻസ് the addition is by components, നമ്മൾ component wise ആണ് ആഡ് ചെയ്യുന്നത്. And since in Z3 every element added to itself 3 times gives the identity. Z3യിലെ ഏതൊരു എലമെന്റും 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിറ്റി ആയ 0 കിട്ടുന്നു. So the same is true in Z3 cross Z3. അതുപോലെ തന്നെയായിരിക്കും Z3 cross Z3യിലെ ഏതൊരു എലമെന്റും. അതായത് 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 0 എന്ന ഐഡന്റിറ്റി കിട്ടും. Thus no element can generate the group. അതുകൊണ്ട് നമുക്ക് ആ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ഇല്ല എന്ന് പറയാം. കാരണം a generator added to itself successively
could only give the identity after 9 summons. ഈ ഗ്രൂപ്പിൽ 9 എലമെന്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനൊരു ജനറേറ്റർ ഉണ്ടെങ്കിൽ ആ ജനറേറ്റർ 9 പ്രാവശ്യം ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഐഡന്റിറ്റി തരാൻ പാടുള്ളൂ. അങ്ങനെ ഒരു എലമെന്റ് ഇവിടെ ഇല്ല. സോ ഇതിനൊരു ജനറേറ്റർ ഇല്ല. സോ ഇത് സൈക്ലിക് അല്ല. അപ്പൊ നമുക്ക് 9 എലമെന്റ്സ് ഉള്ള സൈക്ലിക് അല്ലാത്ത ഒരു ഗ്രൂപ്പ് കിട്ടി. നമുക്ക് 9 എലമെന്റ്സ് ഉള്ള സൈക്ലിക് ഗ്രൂപ്പിനെ പരിചയമുണ്ട്. ആരാണ്? Z9. അപ്പൊ നമുക്ക് Z9 ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് Z2 ക്രോസ് Z2നും നമുക്ക് പറയാനുള്ളത്. ഈ ഒരു ഗ്രൂപ്പും സൈക്ലിക് അല്ല. ഓക്കെ, Z2 0 1 അണ്ടർ അഡീഷൻ മോഡുലോ 2. Z2 ക്രോസ് Z2ല് ആ ഡയറക്റ്റ് പ്രോഡക്റ്റിൽ ഉള്ള എലമെന്റ്സ് വന്നിരിക്കുന്നു. 4 എലമെന്റുകളാണ് ഉള്ളത്. അത് സൈക്ലിക് അല്ല. കാരണം ഏത് എലമെന്റും എടുത്താലും 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോഴത്തേനും 0 കിട്ടും. 1 + 1 2. അത് അഡീഷൻ മോഡുലോ 2 വരുമ്പോൾ 0 വരും. അപ്പോൾ ഓരോ എലമെന്റും 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അത് തന്നെയാണ് Z2 ക്രോസ് Z2ലെ എലമെന്റിന്റെ കാര്യവും. അപ്പോൾ നമുക്കൊരു ജനറേറ്റർ ഉണ്ടാകണമെങ്കിൽ അത് 4 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ മാത്രമേ ഐഡന്റിറ്റി തരാൻ പാടുള്ളൂ. അങ്ങനെ ഇത് സൈക്ലിക് അല്ല എന്ന് കിട്ടി. നമുക്കറിയാം 4 എലമെന്റ്സ് ഉള്ള സൈക്ലിക് ആയ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതേതാണ്? Z4 ആണ്. അപ്പൊ Z4ൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് സ്ട്രക്ചർ ആണ് ആര്? Z2 ക്രോസ് Z2. പക്ഷെ നമ്മൾ ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 4 എലമെന്റ് ഉള്ള 2 ഗ്രൂപ്പുകളേ ഉള്ളൂ. ഒന്ന് Z4ഉം അടുത്തത് CLIN4 ഗ്രൂപ്പ് ആണ്. CLIN4 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. 4 എലമെന്റ് ആണ് ഉള്ളത്. ഒരു എലമെന്റ് ഐഡന്റിറ്റി ആയിരിക്കണം. ബാക്കി ഞാൻ ഈ ABC എന്ന് എഴുതുകയാണ്. എന്നിട്ട് ഐഡന്റിറ്റിയുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ആരുമായിട്ടും ബൈനറി ഓപ്പറേഷൻ നടത്തിയാൽ ആ എലമെന്റ് തന്നെയാണ് തരിക. പിന്നെ നമുക്ക് A സ്റ്റാർ A E ആണ്, B സ്റ്റാർ B E ആണ്, C സ്റ്റാർ C E ആണ്. ഇനി A സ്റ്റാർ B C ആണ്, A സ്റ്റാർ C B ആണ്. അതായത് ഒരു എലമെന്റ് അതിനോട് തന്നെ ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ ഐഡന്റിറ്റി കിട്ടുന്നു. ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റുകൾ ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ മൂന്നാമത്തെ എലമെന്റ് കിട്ടുക. അപ്പൊ ബിയും എയും കൂടെ ബൈനറി ഓപ്പറേഷൻ നടത്തിയാൽ C കിട്ടുക, ബിയും സിയും കൂടെ ബൈനറി ഓപ്പറേഷൻ നടത്തിയാൽ A കിട്ടുക, സിയും എയും കൂടെ ബൈനറി ഓപ്പറേഷൻ നടത്തിയാൽ B കിട്ടുന്നു, C ആൻഡ് B A കിട്ടുന്നു. ഈ ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ ആണ് CLIN4 ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് Z2 ക്രോസ് Z2 Z4നോട് ഐസോമോർഫിക് അല്ല. കാരണം Z4 സൈക്ലിക് ആണ്, ഇത് സൈക്ലിക് അല്ല. അപ്പൊ പിന്നെ ആരോട് ഐസോമോർഫിക് ആകണം? CLIN4 ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആകണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Z2 ക്രോസ് Z2 must be isomorphic to CLIN4 group. കാരണം എന്താണ്? There are only 2 groups up to isomorphism having 4 elements. 4 elements ഉള്ള 2 ഗ്രൂപ്പേ ഉള്ളൂ. ഈ up to isomorphism എന്ന ഫ്രേസിന്റെ മീനിങ് എന്താണ്? നിങ്ങൾ ചിലപ്പോ ഈ വേറൊരു നൊട്ടേഷൻ ഒക്കെ ഉപയോഗിച്ച് 4 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് നിങ്ങൾ കൊണ്ടുവന്ന് തരാം. പക്ഷെ ആ ഗ്രൂപ്പ് ഈ പറയുന്ന 2 ഗ്രൂപ്പുകളോട്, അതായത് ഒന്നുകിൽ Z4നോട് അല്ലെങ്കിൽ CLIN4 ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ Z4ഉം CLIN4 ഗ്രൂപ്പും, അതില് Z4 സൈക്ലിക് ആണ്, പക്ഷെ CLIN4 ഗ്രൂപ്പ് സൈക്ലിക് അല്ല, നോൺ സൈക്ലിക് ആണ്. അപ്പൊ ഇവിടെ Z2 ക്രോസ് Z2 സൈക്ലിക് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തേക്കുന്ന സ്ഥിതിക്ക് അത് CLIN4 ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ 3 ഗ്രൂപ്പുകളാണ് എടുത്തത്. അതില് ആദ്യത്തേത് നമുക്ക് Z2 ക്രോസ് Z3 ആയിരുന്നു, അത് സൈക്ലിക് ആയിരുന്നു. പിന്നെ എടുത്തത് Z3 ക്രോസ് Z3 ആയിരുന്നു. പിന്നെ എടുത്തത് Z2 ക്രോസ് Z2. ഇവര് 2 പേരും നോൺ സൈക്ലിക് ആയിരുന്നു. ആക്ച്വലി ഇനി നമ്മൾ ഒരു തിയറം പറയാൻ പോവുകയാണ്. അതായത് ജനറലി ഈ 2 നമ്പർ റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ, അതായത് ZM ക്രോസ് ZN, അതിൽ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം, അതായത് അവർക്ക് GCD 1 ആയിരിക്കണം. കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ZM ക്രോസ് ZN സൈക്ലിക് ആയിരിക്കും. അപ്പോൾ അതില് MN എലമെന്റ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ആരോട് ഐസോമോർഫിക് ആകും? ZMN നോട് ഐസോമോർഫിക് ആകും.
ഇവിടെ നമുക്ക് 3 GCD 3 ആണ്, 2 GCD 2 ആണ്. അതുകൊണ്ടാണ് ഇവര് സൈക്ലിക് ആകാതിരുന്നത്. ഓക്കെ, താങ്ക് യു.